അസ്സലാമു അലൈക്കും. ഈ ബറാബ ഫ്രൂട്ടിന് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇത് ശരിക്കും വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാട്ടോ. ഒരു മധുരവും പുളിയും ചേർന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ആൾക്കാർ ഇഷ്ടമില്ല എന്ന് പറയുന്നവരുണ്ട്, കുറേ ഇഷ്ടമുള്ളതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ പറയാം, ഈ പുളിനോട് ഇഷ്ടമുള്ള ആൾക്കാരും പുളി മധുരം ഇഷ്ടപ്പെട്ട ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്. അത് ചില പുളി മധുരം നല്ല കോമ്പിനേഷൻ ആയിരിക്കും, അതേപോലെയുള്ളതാണ് കേട്ടോ. ഇത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പുളിയും മധുരമാണ് ഇതിന് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. സാധാരണ പുളിയൊക്കെ ആൾക്കാർ വെറുതെ തന്നില്ല, അതേപോലെ തന്നെ അത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ പൂവിട്ട് തുടങ്ങിയിട്ടുള്ള കായ വരെയുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വീഡിയോ കാണുക കേട്ടോ. എന്നാലും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ കായ അതേപോലെ ചെറിയ പൂവും കായും ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ അത് തൂങ്ങിയിട്ടുണ്ടാകും. എനിക്ക് ചെറിയൊരു ജലദോഷം കാരണം സൗണ്ടൊക്കെ കുറച്ച് ക്ലിയർ കുറവാട്ടോ. കാരണം ഇതേപോലെ ഉണ്ട് ഇങ്ങനെ ഈ നെട്ടിൻ്റെ ഈ ഇലൻ്റെ അടിയിലായിട്ടാണ് ഇതിൻ്റെ കായ പിടിക്കുക. അതേപോലെ കാണാൻ നല്ല ഭംഗി. ഇങ്ങനെ കായ്ച്ച് തുടങ്ങും മുതൽ തന്നെ പൂവ് ഇട്ടിട്ട് കായ വരെ പൈക്കുന്ന വരെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാണാൻ നല്ല ഗോൾഡൻ കളറായിട്ട് കാണാൻ നല്ല രസമുള്ള ഒരു ഫ്രൂട്ടാണിത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്ന് പറിച്ച് കഴിക്കാണ്ട് നമ്മൾ പോകില്ല, അങ്ങനെയാണിത്. നമുക്കിത് ഉപ്പിലിട്ടിട്ടും കഴിക്കാട്ടോ. അത് ഞാൻ വെറുതെ ഉപ്പും പച്ചമുളകും കീറിയിട്ടതാണ്. ഇത് നമ്മൾ മസാല പുരട്ടിയിട്ട് അതേപോലെയും കഴിക്കാട്ടോ. നമ്മൾ മാങ്ങക്ക് ഉപ്പ് തിരുമ്പി കഴിക്കൂലേ, അതേപോലെ ഇത് കഴിക്കാട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കണ്ട മരത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പറിക്കാണ്ട് പോകാൻ തോന്നില്ല, അത്രയ്ക്ക് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്രൂട്ടാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും കുറേ ആൾക്കാർ ഇത് നെഗറ്റീവ് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ അതിന് നെഗറ്റീവ് പറയില്ല. കാരണം നല്ല രസമുള്ളൊരു പുളിയും മധുരമാണത്. കാരണം ഇതിന് കാമ്പ് വളരെ കുറവാണ്. ഇതേപോലെ ഇങ്ങനെ ഒരു കുരു നമ്മൾ പുളിയും പോലെ അതേപോലെ തോടും ഇതേപോലെ കട്ടി പറഞ്ഞ തോടാണ്. ഇതേപോലെ ഇങ്ങനെ ഒരു 3 കുരു ഉണ്ടാകും, അല്ലെങ്കിൽ 2 കുരു ഉണ്ടാകും. ഒരു ചെറിയൊരു വെള്ളം ഉണ്ടാവും അതിൽ. ആ വെള്ളമാണ് നല്ലൊരു പുളിയും മധുരം വരുന്നത് കേട്ടോ. അതിങ്ങനെ നിൽക്കണ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയാണെന്ന് അറിയാം. നമ്മൾ കഴിക്കാണ്ടിയും പോകില്ല, അങ്ങനെയാണത്. ഇത് നമുക്ക് മസാല പുരട്ടിയിട്ടും കഴിക്കാം, ഉപ്പിൽ വെറുതെ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഉപ്പും മുളകൊക്കെ കീറിയിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അടിപൊളിയാണ് നല്ലത്. ഇത് നമ്മൾ ഈ ഇതുണ്ടാവില്ല, പുളിയഞ്ചി പോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതിനൊക്കെ പറ്റിയൊരു ടേസ്റ്റുള്ളൊരു സാധനമാണത്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇത് ഈ പുളിയാണ് രസമല്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് തോന്നിയില്ല കേട്ടോ. എല്ലാ ആൾക്കാർക്കും ഒരുവിധമുള്ളൂ, എനിക്കൊരു 90-80% ആൾക്കാർക്കും പുളിയും മധുരം ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അതിന് പറ്റിയൊരു കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണിത്. എല്ലാവരും ഒരു തയ്യലും വീട്ടിൽ വെച്ച് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നു, കുട്ടികളുള്ള സ്ഥലത്തട്ടോ. കുട്ടികൾക്ക് ചില ആൾക്കാർക്കും പുളി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇതിനേക്കാളും നമ്മൾ കുട്ടികളായിരിക്കണം കൂടുതൽ ഇത് കഴിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് വലിയ ആൾക്കാരാകുമ്പോൾ എന്താ വെച്ചാൽ നാഗൊക്കെ പൊട്ടൽ തുടങ്ങും ഇത് നമ്മൾ കഴിച്ചാൽ. അതുപോലെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയാണിത്. നമ്മൾ എത്ര പറിച്ചാലും പറിക്കാതെ ഇങ്ങനെ ഇരിക്കും, പിന്നെ നമുക്കിങ്ങനെ പറിക്കാൻ തോന്നും. അത്രയ്ക്ക് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ഫ്രൂട്ടാണിത് കണ്ടോ. ഇത് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയാണെന്ന് അറിയുമോ. ഇതധികം വെച്ച് കഴിഞ്ഞാൽ അധികം നമ്മൾ വളമ ചെയ്ത് കൊടുക്കണ്ട, പെട്ടെന്ന് തന്നെ കായ്ക്കും. 1 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കും. എൻ്റെ വീട്ടിൽ 2 തൈയുണ്ട്, ഒന്നുമ്പോൾ തന്നെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ ഇവിടെ വലിയ ആൾക്കാരും നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇത് പലമാതിരി നമുക്ക് ഇതേപോലെ കുറച്ച് പഞ്ചസാരയും മുളകും പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് അതേപോലെ കഴിക്കുക. അത് മസാലയൊക്കെ പൊട്ടിയിട്ട് കഴിക്കുക. പുളിയഞ്ചി ഉണ്ടാക്കൂലേ, അതങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്കത് നല്ല രസമാണത്. ബിരിയാണിക്ക് നമ്മൾ വെറുതെ ഒരു ഉള്ളിയിൽ കൂടെ ഇട്ടിട്ട് സുർക്ക ഒഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള. വെറുതെ കഴിക്കാൻ തന്നെ കേട്ടോ കൂടുതൽ ടേസ്റ്റ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഈ സാധനം കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ട് ഒരുപാട് സംഭവം കൊണ്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇതേപോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കാണാനും ഇഷ്ടമുള്ളതല്ലേ, ഉള്ളത് നമുക്ക് പറിച്ചിട്ടും മതിയാകല്ല കേട്ടോ. ഒരുപാട് ഞാൻ പറിച്ചിട്ടുണ്ട്, ഇനിയും ഒരുപാട് കഴിയുമ്പോൾ പറിക്കാണ്ട്. എനിക്ക് ഇതിന് നിൽക്കണ കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ പറിക്കാൻ തോന്നും. ഞാൻ പറിക്കുമ്പോൾ ഇങ്ങനെ കുറേ കഴിക്കണമുണ്ട്. നല്ല രസമുള്ളൊരു പുളി ആയതുകൊണ്ട് ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലെല്ലാവരും നന്നായിട്ട് കഴിക്കും. ഇത് നമ്മളിങ്ങനെ ഉപ്പിലിട്ട് കഴിക്കാൻ തന്നെ കുട്ടികൾക്ക് നമ്മൾ പച്ചമാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഉപ്പ് അതേ ഒരു ടേസ്റ്റാണിത്. വെറുതെ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത്.
ഞാൻ കുറേ പറിച്ചിട്ടുണ്ട്. ഇനി അതും ഒരുപാട് നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ, നല്ലൊരു ചെറിയൊരു ജ്യൂസി ആയിട്ട് ചെയ്യുന്നത്. കുറച്ച് ഒരു പിന്നെ മധുരമുള്ളൊരു വെള്ളം വരും. പിന്നെ അത് ഇടയ്ക്ക് ചെറിയൊരു പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് അത് കഴിക്കാനും. ഇത് ഒരുപാട് ഗുണമുള്ളതാണ് പറയുന്നുണ്ട്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ്. വൈറ്റമിൻ സിയും കുറവുള്ള ആൾക്കാർക്കൊക്കെ ഇത് നന്നായിട്ട് കഴിച്ചാൽ മതി. പിന്നെ അച്ചാറിടാതെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇത് ചെയ്യാൻ പറ്റും.